إن الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على رسوله الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم ولقد كرمنا بني آدم وحملناهم في البر والبحر فرزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت إليه أنيب സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും പ്രപഞ്ചനാഥനും സർവാധിനാഥനുമായ പടച്ചതമ്പുരാനെ സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഏറ്റവും നല്ല സത്യവിശ്വാസികളായി ജീവിക്കുവാൻ നാഥൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു റമദാൻ കൂടെ നമ്മളിലേക്ക് വന്നണഞ്ഞിരിക്കുകയാണ്. ഇന്നിരിക്കുന്നത് പോലെയല്ല അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ഈ പള്ളിയിൽ സംഗമിക്കുക. നമ്മളെല്ലാം അള്ളാഹുവിനു വേണ്ടി, നമ്മുടെ സ്വർഗത്തിനു വേണ്ടി, റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനം മോഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചവരായിക്കൊണ്ടായിരിക്കും ഈ പള്ളിയിൽ ജുമുഅ ജമാഅത്തുകൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ചിരിക്കുക. ഏറ്റവും ഭംഗിയായും മനസ്സംതൃപ്തിയോടെയും ഈ റമദാനിൽ ഹാജറുണ്ടാകാൻ ആത്മാർത്ഥമായി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയും പ്രവർത്തനങ്ങളോടെയും റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. മറ്റുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ വിശ്വാസത്തിന്, നമ്മുടെ ആദർശത്തിന് കരുത്തായി തീരണം. കഴിഞ്ഞ ഖുതുബയിൽ നോമ്പുമായി ബന്ധപ്പെട്ടു, അതുപോലെ തന്നെ നമ്മുടെ ജീവിത വിശുദ്ധിയിലും കർമ്മനിരതരാകുമ്പോൾ നമ്മുടെ ഉദ്ദേശശുദ്ധി നല്ലതായിരിക്കണം എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിയ്യത്ത് വളരെ പ്രധാനമാണ്. അത് നോമ്പിലും അങ്ങനെ തന്നെയാണ്.
വിശിഷ്യ ഫർള് നോമ്പുകൾക്ക് നമ്മൾ അതിന് മുൻപേ അല്ലെ നിയ്യത്തെടുക്കണം എന്നുള്ളതാണ്. അത് ചൊല്ലിപ്പറയലുകളല്ല, മറിച്ച് ഇപ്പൊ നാളെ റമദാൻ 1 വരുമ്പോ നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാണ്. നാളെ എനിക്ക് നോമ്പായിരിക്കും, ഈ റമദാൻ മുഴുവൻ ഞാൻ നോമ്പനുഷ്ഠിക്കും എന്നുള്ള രൂപത്തിൽ ആത്മാർത്ഥമായി റമദാനെ സ്വാഗതം ചെയ്യാൻ മനസ്സാ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള ഓരോ ദിവസങ്ങളും പടച്ചോനെ എനിക്ക് റമദാനിൽ നോമ്പായിരിക്കും, അത് നീ സ്വീകരിക്കണം എന്നുള്ള രൂപത്തിൽ നമ്മൾ ഒരുങ്ങണം. അതാണ് ഒരു വിശ്വാസിയുടെ നിയ്യത്ത് എന്നുള്ളതാണ്. അപ്പൊ ഉദ്ദേശശുദ്ധി എത്രത്തോളം മനോഹരമാകുന്നുണ്ടോ അതനുസരിച്ചായിരിക്കും റബ്ബ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അപ്പൊ നമ്മളൊക്കെ ഒരുപാട് റമദാനിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. 10 റമദാനുകളിൽ ജീവിച്ചിരുന്ന ആളുകളുണ്ടാവും, 20 റമദാനുകളിൽ ഹാജരുള്ളവരുണ്ടാവും, 30 റമദാനും 40ഓ 50ഓ ഒക്കെ റമദാനിൽ ഹാജറുള്ള ആളുകളായിരിക്കും എന്റെ മുമ്പിൽ ഉണ്ടാവുക. അപ്പൊ ഞാനും നിങ്ങളൊക്കെ ആലോചിക്കേണ്ടത്, ഓരോ റമദാനും മുമ്പിലേക്ക് വരുമ്പോ ജീവിതത്തിൽ പല പുരോഗതികളും ഉണ്ടായിട്ടുണ്ട്. എന്റെ ഭക്ഷണ സംസ്കാരമൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ വസ്ത്രത്തിലെ കുറെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. എന്റെ പഴയ വീടിൽ നിന്ന് കുറെ മാറ്റങ്ങളും മോടി പിടിപ്പിക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്റെ വീട്ടിലെ വാഹനങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എന്നാൽ 10-40 റമദാൻ ഇങ്ങനെ കഴിഞ്ഞ് മുമ്പിലേക്ക് ഞാൻ എത്തിയപ്പോ എന്റെ 41ാമത്തെ റമദാനായി, എന്റെ 42ആയി, എന്റെ 52ആയി, 62 ഉള്ളവരുണ്ടാവും, 22 ഉള്ളവരുണ്ടാവും അല്ലെ? നമ്മുടെ പ്രായത്തിനനുസരിച്ച് എത്രാമത്തെ റമദാനാണോ അത്രേ. ഇങ്ങനെ ഒരു 20 വർഷമോ 30 വർഷമൊക്കെ മുമ്പിലെത്തിയപ്പോ റമദാനിൽ എന്ത് പുരോഗതിയാണ് എനിക്ക് ഉണ്ടായത്? സത്യസന്ധമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. റമദാനിൽ എനിക്ക് എന്ത് പുരോഗതി ഉണ്ടായത്? നോമ്പിന്റെ എണ്ണം കൂട്ടൊന്നും വേണ്ട, അത് കൂട്ടും വേണ്ട. നോമ്പിന്റെ എണ്ണമൊക്കെ ഒരേപോലെ തന്നെയാണ്. തറാവീഹിന്റെ എണ്ണത്തിനും മാറ്റമൊന്നുമില്ല, അത് 11 തന്നെയാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അങ്ങനെയൊന്നും വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ചെയ്യുന്നതിലെ ആത്മാർത്ഥതയിൽ എനിക്ക് മാറ്റം വേണ്ടേ? വേണം. നമ്മൾ സ്കൂൾ കാലത്ത് നോമ്പ് അനുഷ്ഠിച്ച നോമ്പല്ലല്ലോ, കുറച്ചുകൂടെ പക്വതയും പാകതയും എത്തിയപ്പോ നമ്മൾ അനുഷ്ഠിച്ച നോമ്പ്. ഒന്നെടുത്തപ്പോ വെള്ളം കുടിച്ചിട്ടൊന്നുമില്ല, വളരെ ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചത് അല്ലെ? എങ്ങനെയെങ്കിലും ഒരു ചാൻസ് ഉണ്ടായപ്പോ മറന്നുകൊണ്ട് അല്ലെ, മനഃപൂർവ്വം മറന്നുകൊണ്ടുള്ള പരിപാടി ഒന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെങ്കിലുമൊക്കെ മറന്നിക്കണമെങ്കിലും ഒക്കെ, പക്ഷെ ആത്മാർത്ഥമായിരുന്നു നമ്മുടെ നോമ്പുകൾ. പക്ഷെ ഇടക്കാലത്തൊക്കെ പിന്നെയും ചില ആളുകൾ എന്ത് ചെയ്തു അറിയോ? വെയിലിന് ചൂട് കൂടിയപ്പോ കുറ്റം പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലെ? എന്തൊരു റമദാനാണല്ലേ, ഭയങ്കര ഇടങ്ങാറാണല്ലേ. വെറുതെ ചിലപ്പോ നമ്മൾ മൂളി കൊടുക്കാവും, അപ്പുറത്തെ ആളങ്ങനെ കുറ്റം പറയുണ്ടാവും. സംഗതി കുറച്ച് റിസ്ക് തന്നെയാണല്ലേ നോമ്പൊക്കെ എന്ന് പറയുമ്പോ അല്ലേ എന്തിനാ നിങ്ങൾ മൂളാൻ നിൽക്കുന്നത് അല്ലേ? ആത്മാർത്ഥമായി നമ്മൾ എടുത്തിരിക്കുന്ന അനുഷ്ഠാനം, ഇസ്ലാമിലൊരു വാജിബിനെ, ഒരു ഫർളിനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? വെറുതെ മൂളി കൊടുത്തോണ്ട് അവന്റെ കൂടെ ഒപ്പം നിൽക്കണത്. അപ്പൊ ഓഫീസ് സമയങ്ങളിൽ, അങ്ങാടി ചർച്ചകളിൽ വെറുതെ നമ്മൾ എന്ത് ചെയ്യണ്ട? മൂളാൻ നിൽക്കണ്ട. മൂളിയാൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ നിയ്യത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രതിഫലമായിരിക്കും, നമ്മുടെ ആരാധനാ കർമ്മത്തിന്റെ അന്തസ്സത്തയായിരിക്കും. ഒരു മൂളൽ, അതെ എന്ന് പറയൽ, ഒരു തലയാട്ടലിൽ ബാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. വെറുതെ ഒരു പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ, ഒന്നുകിൽ തിരുത്താൻ ശ്രമിക്കുക, ഇനി തിരുത്തണില്ലെങ്കിലോ നിങ്ങൾ മാറി നിൽക്കുക. എന്റെ ആരാധനാകർമ്മം ബാത്തിലാകാൻ, നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച പോലെ പരലോകത്തെത്തിയിട്ട് ഇങ്ങനെ നോക്കുമ്പോ ചാരക്കൂമ്പാരത്തിലേക്ക് കാറ്റടിച്ച് പാറി പറക്കുന്ന കനമില്ലാത്ത അമലുകളായിട്ട് ഇത് പോകരുത്. ഏതായാലും ഞാൻ നിയ്യത്തെടുത്തിട്ടുണ്ട്, ഞാൻ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, മാനസികമായി അതിന് ഒരുങ്ങിയിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും അല്ലെ പ്രതിഫലേച്ഛയോടെ ഞാൻ വിശ്വാസത്തോടെ അതിനെ കാത്തിരിക്കുകയാണ്, റബ്ബിന്റെ അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നാളെ അങ്ങനെ നോമ്പ് തുടങ്ങുമ്പോ അതിനൊരു പോറലും ഏൽക്കരുതേ എന്നർത്ഥം, ഒരു പോറലും ഏൽക്കരുത്. അപ്പൊ വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ നോമ്പുകൾ ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആയത്തിൽ എന്താണ് അതിന്റെ ലക്ഷ്യം എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തിയല്ലോ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നോമ്പുണ്ടായിരുന്നു, അതേപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്തിനാ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകാൻ, തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ട് അല്ലേ?
അപ്പൊ നമ്മൾ ഈ റമദാനിനെ എല്ലാ അർത്ഥത്തിലും വിലയിരുത്തേണ്ട സമയമാണ്. എന്ന് പറഞ്ഞാൽ തഖ്വയിൽ എന്ത് പുരോഗതിയാണ് ഞാൻ കൈവരിച്ചിട്ടുള്ളത്? 2002-ലും 2023-ലും 2024-ലും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ എനിക്കൊരു പുരോഗതി ഈ റമദാൻ കൊണ്ട് ഉണ്ടാകണം എന്നർത്ഥം. മനുഷ്യരെ അല്ലെ, ആദം സന്തതികളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു, അവർക്ക് വേണ്ടതെല്ലാം നൽകി എന്ന് പറഞ്ഞു. ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം സൂറത്ത് ഇസ്രാഇന്റെ 70-ാമത്തെ വചനമാണ്. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. ആദം സന്തതികളെ നാം ആദരിച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കിയേ, അള്ളാഹ് പറയാണ് മനുഷ്യരായിട്ടുള്ള നമ്മളെ അള്ളാഹ് ആദരിച്ചിട്ടുണ്ട്. ഏതാളുകളെന്ന് പറഞ്ഞുതരാം. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും അവനെ നാം വഹിച്ചിട്ടുണ്ട്. അല്ലേ, കുറെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ പറയാണ്. ഏറ്റവും നല്ലതിൽ നിന്നുള്ള ഉപജീവനവും നാം അവർക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അള്ളാന്റെ സൃഷ്ടിജാലങ്ങളിൽ ഒട്ടേറെ ജീവജാലങ്ങൾ നമ്മോടൊപ്പം ജീവിക്കണ്ടല്ലോ. നമ്മളാണോ, മനുഷ്യരായ നമ്മളാണോ ഏറ്റവും മുന്തിയ ഈ ഉപജീവനവും ഏറ്റവും നല്ല ഭക്ഷണവും ഏറ്റവും നല്ല സംസ്കാരവും അല്ലേ? അതൊക്കെ കൊണ്ട് നടക്കുന്ന ജീവവർഗ മൃഗങ്ങളാണോ, പക്ഷികളാണോ, മനുഷ്യരാണോ, ഉരകങ്ങളാണോ? ആരാ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മനുഷ്യരാണല്ലോ. എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഘടകങ്ങളും ഒക്കെ കൊടുത്ത് അല്ലാഹ് ആദരിച്ച വിഭാഗം നമ്മളാണ്. ഖുർആൻ പറയാം, മറ്റുള്ളവരൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ ഏറ്റവും നല്ല മുൻഗണനയും പ്രാധാന്യവും പരിഗണനയും ഫളലും ശ്രേഷ്ഠതയും മഹത്വവും ഒക്കെ മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാ മനുഷ്യർക്കും അല്ല. താൻ തോന്നിയായി ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോണോനല്ല, തന്നിഷ്ടങ്ങൾക്ക് പിറകെ പോകുന്നവനും അല്ല. പിന്നെ ആർക്കാണത്? ഏത് കൂട്ടം മനുഷ്യരെയാണ് അള്ളാഹ് ആദരിച്ചത്? അത് സൂറത്തുൽ ഹുജറാത്തിന്റെ 13-ാമത്തെ വചനത്തിൽ കാണാം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ആദരണീയൻ എന്ന് പറഞ്ഞാൽ അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവനാണ്, ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമുക്ക് മനസ്സിലാവും, ഈ രണ്ട് ആയത്തുകളും തമ്മിൽ തട്ടിച്ചു നോക്കിയാൽ എല്ലാ മനുഷ്യരെയും താൻ തോന്നിയായി ജീവിച്ച 6 5 വെട്ടിക്കൊന്ന അല്ലെങ്കിൽ കൊലപാതകം നടത്തിയ അഫ്നാനെ അള്ളാഹ് ആദരിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. താൻ തോന്നിയായി ജീവിച്ച ഒരാൾ ആദരിച്ചു എന്നല്ല, മറിച്ച് റബ്ബിന്റെ കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ട് വളരെ അല്ലേ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് ഇസ്ലാമും ഇഖ്ലാസും അല്ലേ ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ, അവൻ അല്ലാഹ് ആദരിച്ചിട്ടുണ്ട്. അപ്പൊ തഖ്വയുള്ളവർക്കേ ആ ആദരവുള്ളൂ, തഖ്വയുള്ളവർക്കേ ആദരവുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ തഖ്വ ആർജിച്ചെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ റീചാർജ് ചെയ്യാൻ, ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യാനുള്ള അവസരമായിട്ട് നമ്മൾ കാണുന്ന മാസാണ് റമദാൻ. അപ്പൊ അതിനെ കേവലം അശ്രദ്ധയോടെ നമ്മളിൽ നിന്ന് എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടാൻ അനുവദിക്കരുത്. ഇത് തുടക്കത്തിലേ നമുക്കൊരു ചിട്ടയായി ശ്രദ്ധയായി ഒപ്പുണ്ടാവണം. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിരുന്നല്ലോ, ഒരു പ്ലാനിങ് നമുക്ക് നിർബന്ധമാണ്. അത് തുടക്കത്തിലാണ് ഉണ്ടാകേണ്ടത്. തുടക്കത്തിൽ ഞാൻ എത്ര പാരായണവും പഠനവും ചെയ്തു തീർക്കും, ഞാൻ എത്ര ധർമ്മം ചെയ്യും, ഞാൻ എത്ര ധർമ്മം ചെയ്യും, അല്ലെ? പ്ലാൻ വേണം. നിങ്ങളെടുത്തൊരു കഴിഞ്ഞ റമദാനിൽ നമ്മൾ എത്രയാണ് ദാനധർമ്മം നിർവഹിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സ്ഥിരമായി കൊടുക്കുന്ന ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. എബിലിറ്റി കൊടുക്കും, കെയർ ഹോമിന്. നിങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുന്നിൽ പോസ്റ്ററുകൾ കാണാം. അപ്പൊ ഇന്ന് ഫോക്കസ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളിയിൽ ഒരു കലക്ഷൻ നടക്കുകയാണ്. ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത് അറിയോ? ആർക്കാണ് കൊടുക്കുന്നത് അറിയോ? സാധുക്കളായ ഇപ്പൊ മുസ്ലിം ഗല്ലികൾ പ്രത്യേകമായിട്ട് ഇങ്ങനെ കാണാം. ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മറ്റുള്ളവരൊന്നും ഇല്ല, ചിലപ്പോ ഇലക്ട്രിസിറ്റി ഇല്ല, കാര്യമായ ഭക്ഷണമില്ല, വളരെ സാധുക്കളായ നമ്മളെ കുട്ടികൾ പോണ പോലെ ഗവൺമെന്റ് സ്കൂളോ അല്ലാത്ത സ്കൂളോ അവർക്ക് ഇല്ല, പഠിക്കാനൊന്നുമില്ല. അവിടുത്തെ സ്കൂളും പള്ളിയൊക്കെ പോയി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ കണ്ണുനീര് വരും. നമ്മൾ ആ പള്ളികളിൽ പോയി കഴിഞ്ഞാൽ നിസ്കരിക്കണോ വേണ്ടെന്ന് നമ്മൾ രണ്ടോട്ടം ആലോചിച്ച് നോക്കും. കാരണം അല്ലെ, പൊട്ടിപ്പൊളിഞ്ഞ് കീറിയ വല്ലൊരു മുസല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ മുസല്ലന്റെ ഒരു കോലോ അവസ്ഥയൊക്കെ കണ്ടാലേ അതന്നെ ഇമാമിനെ ഉണ്ടാവുള്ളൂ. ബാക്കി ഇങ്ങനെ അത്രയും കഷ്ടപ്പാടുകളാണ് അവരുടെ പള്ളി. ഒരു ഷീറ്റൊക്കെ ഇങ്ങനെ കെട്ടി നമസ്കരിക്കുന്നവർ, വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നിൽ
കേവലം മദ്രസ വിദ്യാഭ്യാസമൊക്കെ മാത്രമേ, സ്കൂളൊന്നും അവർക്ക് അറിയൂല, അവർ കണക്കും ഫിസിക്സ് ഒന്നും ഇതുവരെ ഈ കാലത്തെ അങ്ങനത്തെ എത്താത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ നമ്മളെ കേരളത്തിലെ കുറെ ചെറുപ്പക്കാർ അല്ലെ, ടീം ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കസ് ഇന്ത്യ, അവിടെ പോയിട്ട് ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസിക്കാനുള്ള ചെറിയ ചെറിയ സ്കൂളുകൾ, അതുപോലെ തന്നെ അവർക്ക് താമസിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വീടുകൾ, അവർക്ക് വെള്ളം എടുക്കാൻ പറ്റുന്ന കുഴൽക്കിണറുകൾ, ഇങ്ങനത്തെ കുറെ സംവിധാനങ്ങൾ ഒരുക്കുന്ന വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ. അപ്പൊ ഇന്ന് നമ്മുടെ പള്ളികളിലെല്ലാം അതിനു വേണ്ടിയുള്ള ഒരു കളക്ഷൻ എടുക്കാൻ ആ മക്കളെ ഓർത്ത്, നമ്മളെ മക്കളെ പോലെ നല്ല നിയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ടവരെ അവരെ ഓർത്തുകൊണ്ട് അതുമായി നിങ്ങൾ സഹകരിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താം. ഞാൻ പറഞ്ഞു വന്നെന്താ അറിയോ, കഴിഞ്ഞ റമദാനിൽ നമ്മൾ എത്രയാണ് ധർമ്മം ചെയ്തെന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമുക്കൊരു അളവ് കിട്ടും. ഒരു 5000 റുപ്യ കൊടുത്തിട്ടുണ്ടാവും. ഒരു 10,000 സക്കാത്തല്ല കേട്ടോ പറയണത്, സക്കാത്തല്ല, സ്വതക്കയാണ്. ഞാനൊരു 10,000 ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു 12,000 ഒക്കെ നിങ്ങൾ കൂട്ടി നോക്കിക്കോളി, ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ നിന്നുള്ള പുരോഗതി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ 12,000-ൽ സാമ്പത്തിക ശേഷി വളരെ പിന്നിലായി പോയ ആളുകളുടെ അവസ്ഥയല്ല, അതേപോലെയൊക്കെ എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മൾ ആലോചിക്കുക. അപ്പൊ എനിക്ക് ഈ വർഷത്തിൽ പുരോഗതി എന്ന് പറഞ്ഞാൽ ഞാൻ അതിലേറെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടാർഗറ്റ് ഇടുക. എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് 15,000 20,000 നമ്മൾ മനസ്സിൽ വിചാരിക്കും. നമ്മൾ സ്വതക്കയിൽ മത്സരിക്കണം എന്നാണല്ലോ പറഞ്ഞത്. അവർ 20,000 മനസ്സിൽ വിചാരിക്കും. വെറുതെ ഞാൻ പറയട്ടെ, എക്സാമ്പിളിന്, ഉദാഹരണത്തിന് വേണ്ടി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? സ്ഥിരമായി കൊടുക്കുന്ന പൈബിലിറ്റിക്ക് 2 അല്ലെങ്കിൽ കെയർ ഹോമിന് 3, ഇങ്ങനെ പാലിയേറ്റീവിന് ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന അതൊക്കെ അങ്ങനെ വെച്ചിട്ട് പള്ളിയിലേക്ക് ഇങ്ങനെയൊക്കെ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ ഉണ്ടാവും ചിലപ്പോൾ ഒരു 12,000 ബാക്കി, അല്ലെങ്കിൽ 8,000 ബാക്കിയൊക്കെ. അപ്പൊ റമദാന്റെ 27 നോമ്പ് കഴിഞ്ഞാൽ 25 നമ്മൾ സ്വതക്കൊക്കെ എപ്പോഴും ഇങ്ങനെ കാത്തിക്കാണ് റെസീറ്റുമായിട്ട് ഇങ്ങോട്ട് വരുന്നവരെ. അപ്പൊ അതാരും വന്നില്ല എന്ന് വിചാരിക്കും. അപ്പൊ എന്താ നമ്മൾ ചെയ്യാം? കഴിഞ്ഞ പോലെ തന്നെ അല്ലേ, 12 ഒതുങ്ങി, 12 നിന്നു, അല്ലെങ്കിൽ 11, ഇക്കുറി 1000 ലാഭം, ഇക്കുറി 1000 കൂടി ലാഭം. ഇങ്ങനെയാണ് നമ്മൾ ആലോചിക്കുക. കാരണം എന്താ പറയുക, റെസീറ്റ് ബുക്ക് ചെയ്ത് വരുന്നവരെ കാത്തിക്കാണ്. അപ്പൊ അത് കുറച്ച് കുറഞ്ഞു പോയി, നല്ല വെയിലായപ്പോ കുറെ ആൾക്കാർ നടക്കാൻ വന്നില്ല എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഇത് ലാഭം എന്ന് കരുതി നിൽക്കണോ? പ്രിയപ്പെട്ടവരെ, നഷ്ടം നമുക്ക് നഷ്ടം അല്ലെന്നല്ലാതെ എന്താ പറയാ? ഒരു റമദാൻ കിട്ടിയിട്ട് നമ്മൾ അപ്പോൾ അവിടെ ലാഭ കണക്ക് വെക്കാണ്. ഞാൻ മുന്നേ പ്ലാൻ ചെയ്ത്, അതോ പറഞ്ഞത്, പ്ലാനിങ് നമുക്ക് മുമ്പ് ഉണ്ടാവണം. ഈ റമദാനിൽ ഞാൻ 20,000 25,000 ധർമ്മം ചെയ്ത്, സക്കാത്തല്ല, വീണ്ടും പറയാണ്, ധർമ്മം ചെയ്ത് ഞാൻ 25,000 തീർക്കും എന്ന് നിയ്യത്ത് വെക്കപ്പോ അതിന്റെ പൈസ മാറ്റി വെക്കുക, എന്നിട്ട് അത് കൊടുത്ത് തീർക്കണം. അതിനുള്ള അവകാശികളെ നമ്മളിങ്ങനെ തേടി പോകണം. ആ സ്വതക്കക്ക് 10 മാറ്റി തിളക്കണ്ടാവും. അങ്ങോട്ട് ചെന്ന് നിങ്ങളൊന്ന് കൊടുത്തു നോക്കി. എന്നും കേട്ടല്ലേ വരല്, ആജീരെ എന്ന് വിളിച്ചാണ്ട് ഇങ്ങട്ടല്ലേ? അത് ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് ചെന്ന്, അങ്ങനെ വരുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മാറ്റി വെച്ചോളി. കാരണം എല്ലാവരും നമ്മൾ തേടി കണ്ടെത്തി അറിയണമെന്നൊന്നുമില്ല. അങ്ങനത്തെ കുറച്ച് ആൾ വരും. അല്ലാതെ കുറെ ആളുകളുണ്ട്, അവരെ സഹായിക്കാൻ. പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യാ? മുൻകൂട്ടി ഇതിനുള്ളതിന്റെ ഇത്ര കേട്ടോ എന്ന് മുൻകൂട്ടി അങ്ങോട്ട് കൊടുത്തു നോക്കി. അതാണ് നമ്മുടെ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ. ആ സ്വതക്ക മേലെ നിൽക്കുന്നർത്ഥം. അപ്പൊ അങ്ങനെ ഒരു ഒരുക്കം, അതിലും നമ്മൾ ഒരുങ്ങണം. അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് അല്ലേ റബ്ബ് ആദരിച്ചിരിക്കുന്ന ആളുകൾ. അപ്പൊ ഈ റമദാനിൽ നമ്മൾ മാറാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിൽ നിന്നും കുറച്ച് പുരോഗതി എന്തായാലും ഈ റമദാൻ കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകണം. ഈ പ്ലാനിങ് ഇല്ലാതെ പോയാൽ, കഴിഞ്ഞ റമദാനിലും അവസാനത്തെ നോമ്പിന് കുറെ ആളുകൾ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഒരു വർത്താനം. അത് നമ്മൾ ഈ പ്രാവശ്യം പറയേണ്ടി വരും. അതെന്താ അറിയോ? അത് അവസാനത്തെ നോമ്പിനെ പറയാം. എത്ര പെട്ടെന്നല്ലേ ഇത് കഴിഞ്ഞത്, എത്ര പെട്ടെന്നല്ലേ റമദാനൊക്കെ തീർന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓല് പിന്നെയും മൂളും, അല്ലേ അതേ അല്ലേ എന്നൊക്കെ പറഞ്ഞു മൂളും. എന്നിട്ട് എന്താ പറയാ അറിയോ? ഈ റമദാനിൽ കുറച്ചൊക്കെ ഒന്ന് ഉഷാറാകണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ലല്ലേ. എന്തൊരു തിരക്ക്. നമ്മൾ കരുതി ഒരുങ്ങണീന്റെ മുന്നേ തന്നെ തീർന്നു പോയില്ലേ? ഈ സങ്കടം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഓരോ റമദാനിന്റെയും അവസാനത്തിൽ ചിലർക്കൊക്കെ ഉണ്ടാകുന്നതാണ് ഈ സങ്കടം. എപ്പോഴും ഉണ്ടാകുന്നതാണ്. അതില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്ലാനിങ്, ആ പ്ലാനിങ്ങോടുകൂടി പോയാൽ നമുക്ക് ചില മാറ്റങ്ങളൊക്കെ സാധ്യമാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ നോമ്പിന്റെ പുണ്യമായി ഏറ്റവും ചെറിയ പുണ്യമായി തന്നെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, നല്ല വിശ്വാസത്തോടെ. അതുണ്ടായിട്ടാണ് ഇപ്പൊ നമ്മൾ ഇതിൽ നിൽക്കുന്നത്. വഹ്തിസാബൻ, പ്രതിഫലം ആഗ്രഹിച്ചു. ഏർപ്പാടായിട്ട് ചെയ്യരുത്. എല്ലാവരും ചെയ്യാണ്. ഇപ്പൊ ഞാൻ നോമ്പ് വെച്ചില്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ ഫുഡൊന്നും ഉണ്ടാവില്ല, എന്നാ പിന്നെ കുടുങ്ങി നോൽക്കന്നെ. പിന്നെ ഏതാണ് തുറക്കണ ഹോട്ടലിൽ നോക്കിയിട്ട് നമ്മൾ പോയി നോക്കുകയാണ് അല്ലേ? എനിക്ക് കഴിയണില്ല, കാരണം എനിക്ക് പെയിന്റിംഗ് ആണ്, അതുകൊണ്ട് നല്ല വെയിലേക്കാരം, അതുകൊണ്ട് അല്ലേ? അങ്ങനെയൊന്നും അല്ല.
അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മൾ വിചാരിച്ചാൽ ആ നോമ്പ് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. അപ്പൊ പിന്നെന്താ, എല്ലാ കാലത്തും എനിക്ക് പെയിന്റിങ്, ഞാൻ എന്റെ പെയിന്റിംഗ് ആണ് എന്റെ പ്രൊഫഷൻ എന്നുണ്ടെങ്കിൽ 30-40 കൊല്ലം ഞാൻ പെയിന്റ് അടിച്ചിട്ട് 40 കൊല്ലത്ത് നോമ്പ് ഒഴിവാക്കിയേ. പിടിച്ചിക്കാൻ പറ്റുന്ന ന്യായമല്ല പ്രിയപ്പെട്ടവരെ. ഒന്നെങ്കിൽ ബുദ്ധി ഇല്ലാതാകണം. അവർക്ക് നോമ്പ് നിർബന്ധമല്ല. അപ്പൊ നമ്മൾ സമ്മതിക്കേണ്ടി എനിക്ക് ബുദ്ധി ഇല്ല എന്നുള്ളത്. പടച്ചോന്റെ അടുത്ത് നടക്കൂല കേട്ടോ, നാട്ടുകാരുടെ പിടിച്ചിക്കാം. രണ്ടാമത്തത് ഞാൻ നല്ല രോഗിയാകണം എന്ന് പറഞ്ഞാൽ ജലദോഷം അല്ലെങ്കിൽ ചെറിയ അതല്ല, പ്രയാസം, നോമ്പെടുക്കാൻ പ്രയാസമുള്ള രോഗം. അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. കാരണം ചിലപ്പോൾ ടാബ്ലറ്റ് സ്ഥിരമായി കുടിക്കേണ്ട ആളുകളുണ്ടാവും. അവർക്ക് മുദ്ദു കൊടുക്കല്ലാതെ വേറെ നിവൃത്തി ഉണ്ടാവില്ല. പ്രായാധിക്യം കൊണ്ട് അല്ലെ നോമ്പെടുത്താൽ അതിനേക്കാൾ അവശതയിലേക്ക് പോകും എന്ന് തോന്നുന്ന വല്യമ്മ, അവര് നോമ്പെടുത്തുകൊണ്ട് റിസ്ക് എടുക്കാൻ നിൽക്കരുത്. അവർ ചിലപ്പോ പറയും ഞാൻ നോമ്പെടുത്തോളാം, വേണ്ട. അങ്ങനെ റിസ്ക് എടുത്തുകൊണ്ടുള്ള അമൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. സ്വന്തത്തെ എന്ന് പറഞ്ഞാൽ അതൊരു ആത്മഹത്യ പോലെയാണ്. ഞാൻ നോമ്പെടുത്തിട്ട് പിന്നെ അവശതയിലേക്ക് പോകുക, അത് പ്രശ്നമാണ്. അത് വേണ്ട. അവർ നോമ്പെടുക്കേണ്ട, അവര് പിന്നെ അതിനുള്ള പ്രായശ്ചിത്തം കൊടുക്കാണ് വേണ്ടത്. മറ്റൊന്ന് യാത്രക്കാരാണ്. എനിക്കൊരു ദൂര യാത്ര അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. അങ്ങനെ അത്യാവശ്യ ഘട്ടത്തിൽ ആ യാത്രക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാം, നോമ്പ് ഒഴിവാക്കാം. പക്ഷെ അവൻ എന്ത് ചെയ്യണം, ആ നോമ്പ് അനുഷ്ഠിച്ചു കൂട്ടണം. അതുപോലെ തന്നെയാണ് അല്ലെ, പിന്നെ മുലകുടി കാരണം, അതുപോലെ തന്നെ പ്രസവം കാരണം, അല്ലെങ്കിൽ അസുഖം കാരണമൊക്കെ നോമ്പ് നഷ്ടപ്പെട്ട ആളുകൾ അവരെന്ത് ചെയ്യണം, ആ നോമ്പ് അനുഷ്ഠിച്ചു വീട്ടുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ അല്ലെ, അവരതിന് പ്രായശ്ചിത്തം കൊടുക്കുക. കഴിയുന്നതിന്റെ പരമാവധി നോമ്പുകൾ അവരെന്ത് ചെയ്യണം, അത് നോറ്റു വീട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായമായിട്ട് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ മുമ്പേ സൂചിപ്പിച്ചിരുന്നു. വളരെ പെട്ടെന്ന് ആ നോമ്പുകൾ നോറ്റു വീട്ടുക എന്നുള്ളത് അത് അവസാനത്തേക്ക് കാത്തുവെക്കേണ്ടതോ അടുത്ത വർഷവും ആ കടം തുടരേണ്ടതോ അല്ല. ഒരു ഫറളാണ് അവിടെ ബാക്കി നിൽക്കുന്നത്. വളരെ ഗൗരവത്തോടു കൂടി ഇതിനെ കാണണം എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഏതായാലും ഈ റമദാൻ കഴിഞ്ഞിട്ടാണ് അതിൽ അവസരമുള്ളത്. വൈകിപ്പിക്കാതെ അതെല്ലാം ബാധ്യതകൾ പൂർത്തിയാക്കണം പ്രിയമുള്ളവരെ. അപ്പോ ഈമാൻ ഉണ്ടായിരിക്കണം. ഇഹ്തിസാബ് എന്ന് പറഞ്ഞ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞ ഇഷ്ടത്തോടെയാകണം നമ്മൾ നോമ്പ് നോൽക്കേണ്ടത്. കഷ്ടപ്പെട്ടുകൊണ്ടാവരുതേ. ആ നോമ്പ് നമ്മുടെ ഒരു അമലിനെയും ബാധിക്കൂല. നമ്മുടെ നീയത്ത് വയറ് കുറയിലാവരുത്. കൊളസ്ട്രോൾ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആകരുത്. നീയത്തതാകരുത് എന്നർത്ഥം. അത് അതിന്റെ ബൈ പ്രൊഡക്റ്റുകളായിട്ട് അത് നമ്മളെ തടി കുറഞ്ഞോട്ടെ, അല്ലെങ്കിൽ തടി നന്നായിക്കോട്ടെ, കൊളസ്ട്രോൾ കുറഞ്ഞോട്ടെ, എന്തോ ആവട്ടെ. പക്ഷേ അതല്ല നോമ്പിന്റെ ലക്ഷ്യം. അതല്ല നോമ്പിന്റെ ലക്ഷ്യം. തഖ്വയാർജിക്കുക, എന്റെ ഫറള് ഞാൻ അനുഷ്ഠിച്ചു വീട്ടുക. ഇതൊക്കെയാണ് നോമ്പിന്റെ ലക്ഷ്യങ്ങളായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അള്ളാഹുവിന്റെ പ്രതിഫലമായിരിക്കണം. റയ്യാൻ എന്ന കവാടത്തിലൂടെയുള്ള സ്വർഗപ്രവേശനമായിരിക്കണം. ബാക്കിയൊക്കെ നമുക്ക് അള്ളാഹു നൽകുന്നത് നമ്മുടെ ആരോഗ്യത്തിനും ആയുസ്സിനും അനുഗുണമായത് കിട്ടിക്കോട്ടെ. അതിനെപ്പറ്റിയല്ല നമ്മളപ്പോ ചർച്ച ചെയ്യേണ്ടതും, അതല്ല ആഗ്രഹിക്കേണ്ടതും. പ്രിയമുള്ളവരെ, എന്താണോ നോമ്പ് കൊണ്ടും റമദാൻ കൊണ്ടും ഉദ്ദേശിക്കുന്നത് അത് അതേ അർത്ഥത്തിൽ ഏറ്റവും അനുഗുണമായി അതിനെ സ്വീകരിക്കാൻ, ഏറ്റവും നല്ല സൽക്കർമ്മകാരികളാകാൻ, റബ്ബിന്റെ തൃപ്തി വാങ്ങാൻ, സ്വർഗം നേടാൻ ഈ റമദാൻ കൊണ്ട് നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. إن الحمد لله حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على رسول الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റബ്ബ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ വറബ്ബ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ലസ്സഹ്. എത്രയെത്ര നോമ്പുകാരാണ്, അവർക്ക് പട്ടിണി കടന്നു എന്നല്ലാതെ അവരുടെ നോമ്പ് കൊണ്ട് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. എത്ര രാത്രി നമസ്കാരക്കാരാണ്, അവർ കുറെ ഉറക്കമൊഴിച്ചു, അവരുടെ സമയം നഷ്ടപ്പെടുത്തി എന്നല്ലാതെ അവർക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ നിയ്യത്തുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണത്. നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ എപ്പോഴും ആത്മാർത്ഥതയോടെ സമീപിക്കണമെന്നർത്ഥം. ആർക്കോ വേണ്ടി നമ്മളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അപ്പോ ദുനിയാവും പോവും എന്ന് പറഞ്ഞാൽ ഇവിടെ തുറക്കവും പോവും, ഏതായാലും പ്രതിഫലം ഇല്ലാതാവും. ഇനി ചില ആളുകളുണ്ട് നോമ്പിന്, ചില ആളുകൾക്ക് ഒഴിവായിരിക്കും, ഫ്രീ സമയമായിരിക്കും, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് നേരത്തെ എത്തുന്നവരായിരിക്കും. മുഴുവൻ സമയവും റമദാൻ ഉറങ്ങി തീർക്കുന്നവർ.
അല്ലേ? നമ്മൾ ഈ കൊറോണ സമയത്ത് ചില വീഡിയോ കണ്ടില്ല, ഭക്ഷണം ആയോ എന്ന് ചോദിച്ചാണ്ട് ആ സമയത്തിന് മാത്രം എഴുന്നേറ്റ് വരുന്നവർ അങ്ങനെ ആകരുത്. നോമ്പ് തുറക്കുക, പിന്നെയും പോയിട്ട് കിടക്കുക, അത്താഴത്തിന് എണീക്കുക, കിടക്കുക. റമദാൻ കൊണ്ട് അവർ പ്രത്യേകിച്ചും നേടുന്നില്ല അല്ലെ? തഖ്വയെ ബൂസ്റ്റ് ചെയ്യാൻ, തഖ്വയെ പരിപോഷിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ നമ്മൾ അതിന്റെ പ്രയാസവും കാര്യങ്ങളൊക്കെ അറിയണം. എന്നിട്ട് അമലുകളിൽ വ്യാപൃതരാകണം. വെറുതെ ഇരിക്കുമ്പോൾ പോലും ദിക്റുകൾ കൊണ്ട് നമ്മുടെ നാവിനെ നനവുള്ളതാക്കാൻ നമുക്ക് സാധിക്കണമെന്നർത്ഥം. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്, പ്ലാനിങ് എന്നുള്ളത്. നിങ്ങൾ മൊബൈലുകളിൽ ഓരോ സമയത്ത് അലാറം വെച്ചുകൊണ്ട്, അലാറം സെറ്റ് ചെയ്തുകൊണ്ടാണെങ്കിലും ശരി അല്ലെ, നമ്മൾ മറക്കാതിരിക്കാനേ. ചിലപ്പോ ഷോപ്പിലൊക്കെ തിരക്കിലേക്കാണ്, എന്നാലും നമുക്ക് ആ കാര്യങ്ങൾക്കിടയിൽ നമ്മളെ സ്വയം ഓർമ്മിപ്പിക്കാൻ അത് നമുക്കൊരു സഹായകമാവും. ദിക്ർ ടൈം എന്നോ അല്ലെങ്കിൽ ഖുർആൻ ടൈം എന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അലാറങ്ങൾ സെറ്റ് ചെയ്തിട്ടാണെങ്കിലും ശരി, മറക്കാതെ. എല്ലാരും പോലെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മരണപ്പെട്ടു പോകുമ്പോഴേ, നമ്മളും മരണപ്പെട്ടു പോകുമ്പോ നമുക്കും ചിലതൊക്കെ നമ്മുടെ കൂട്ടിന് വേണമല്ലോ. ഖബറിൽ രക്ഷക്ക് വേണം, പരലോകത്ത് രക്ഷക്ക് വേണം. അപ്പൊ അമല് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. കുറെ കേൾക്കുക എന്നുള്ളതല്ല, കുറെ കേൾക്കുക. ചില ആളുകളുടെ ഇഷ്ടം പോലെ വാഴൊക്കെ അങ്ങനെ ഇടും. ഇപ്പൊ കുറെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും, കുറെ യൂട്യൂബിൽ ഇനി ഫുള്ള് വാഴേക്കാരം. അപ്പൊ കുറെ കേൾക്കുന്നതിനേക്കാൾ പുണ്യമാണ് ചെയ്യുക എന്നുള്ളത്. കേൾക്കുന്നതിനേക്കാൾ പുണ്യമാണ് ചെയ്യുക. അത് ദിക്റാകട്ടെ, ഖുർആനാകട്ടെ, പ്രാർത്ഥനകളാകട്ടെ. പ്രാർത്ഥനയൊക്കെ അധികരിപ്പിക്കാൻ ധാരാളം സമയം നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. إذا كان يوم الصوم أحدكم فلا يرفث ولا يسخب فإن سابه أحد أو قاتله فليقل إني امرؤ صائم. ഇപ്പൊ നോമ്പിന്റെ സമയത്ത് ആരെങ്കിലും ഒക്കെ അല്ലെ അസഭ്യം വിളിക്കാൻ, നമ്മളെ പ്രയാസപ്പെടുത്താനൊക്കെ വന്നാൽ, യുദ്ധത്തിന് വേണ്ടിയിട്ട്, ഇത് പറഞ്ഞാൽ ഷണ്ട കൂടാൻ അല്ലെ, അപ്പൊ ഡ്രൈവിംഗിലായിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ ഈ ഷോപ്പിലേക്കാരും വന്നു കണ്ട ആരെങ്കിലും കച്ചറ ഉണ്ടാക്കാൻ വരിക, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും അല്ലെ, പൈസ കുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കോളുകളിലായിരിക്കും. നമ്മളങ്ങനെ ദേഷ്യം പിടിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, തിരിച്ചും ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ നോമ്പ് ബാത്തിലാക്കരുതേ. തിരിച്ചും ആ അവിവേകിയോട് ആ രൂപത്തിൽ സംസാരിച്ചുകൊണ്ട് നോമ്പ് ബാത്തിലാക്കരുതേ. ഫല്യഖുൽ ഇന്നി ഇംറുഉൻ സായിമുൻ. എനിക്ക് നോമ്പാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? മാറി നിൽക്കണം എന്നാണ്. നോമ്പിന് പരിക്കേൽപ്പിക്കരുത്. അസ്സൗമു ജുന്നത്തുൻ എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. നോമ്പ് ശരിക്കും ഒരു പരിചയാണ്. എല്ലാത്തരം തിന്മകളെ, ആഭാസങ്ങളെ, പേക്കൂത്തുകളെ തടുക്കാനുള്ള പരിചയാണ് പരിശുദ്ധ റമദാൻ നോമ്പ് എന്ന് പറഞ്ഞാൽ. ആ പരിച കൊണ്ട് അക്രമത്തെ, അനീതിയെ, ആഭാസത്തെ, എല്ലാ തരത്തിലുള്ള തോന്നിവാസത്തെയും തടുക്കാൻ, പിന്നീട് അത് അടുപ്പിക്കാതിരിക്കാൻ ഈ നോമ്പെന്ന പ്രാക്ടീസ് കൊണ്ട് വിശ്വാസികളായ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നമ്മൾ പരമാവധി എന്ന് പറഞ്ഞാൽ കഴിവിന്റെ പരമാവധി പലരെയും ഒക്കെ വിളിച്ചിട്ട് നോമ്പ് തുറപ്പിക്കാൻ ശ്രദ്ധിക്കുക. വലിയൊരു പുണ്യകരമാണ്. റമദാനിലൊക്കെ നമുക്ക് വിശിഷ്യ ഏതായാലും നമ്മൾ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കും. ആ സമയത്ത് നമ്മുടെ അയൽവാസിനെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ആരെങ്കിലൊക്കെ ഒരു ദിവസം ഒരാളെ മതി, എല്ലാവരും കൂടെ ഒരു ദിവസം വന്നിട്ട് വലുതാക്കണമെന്നൊന്നുമില്ല. ഓരോ ദിവസം ഓരോരുത്തരെ വിളിച്ചാൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മളെ കഴിവ് എങ്ങനെയാണോ അങ്ങനെ. പാവപ്പെട്ടവരെ ആരെങ്കിലും ഒക്കെ പ്രയാസപ്പെടുന്നവരുണ്ടാവും. ആ സമയത്ത് മറ്റു വീട്ടിൽ പിന്നെ കാലൊടിഞ്ഞ് കിടക്കേ, അല്ലെങ്കിൽ എന്താ പറയാ അസുഖമായിട്ട് കിടക്കേ, പിന്നെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയാതിരിക്കേ അല്ലെ, ഉമ്മ ആ വീട്ടിലെ ഉമ്മ സഹോദരി രോഗിയാ, ഇങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ. അപ്പൊ അവിടെ ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക പുണ്യാണ്. കാരണം ആ വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ ആ 5 ആൾക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ കൊടുത്താലേ പ്രിയപ്പെട്ടവരെ 5 വ്യക്തികളെ 5 നോമ്പ് നിങ്ങൾ നോറ്റ പ്രതിഫലങ്ങൾ കിട്ടാൻ. 5 ആളുകളെ നോമ്പ് ഉറപ്പിച്ചാൽ നിങ്ങൾ എടുത്ത 30 നോമ്പാണ് നിൽക്കട്ടെ, പ്ലസ് 5 നോമ്പിന്റെ പ്രതിഫലം കൂടെ. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ ഫത്തറ സ്വായിമൻ കാന ലഹു മിസ്ല അജ്രിഹി. നിങ്ങൾ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അയാളുടെ നോമ്പിന്റെ അതേ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വായിം. ആ നോമ്പ് നോറ്റ ആളുടെ പ്രതിഫലം കുറയൊന്നുമില്ല. അങ്ങനെ വിചാരിച്ച് പേടിക്കണ്ട അല്ലെ. ഇയാള് ഭക്ഷണം വാങ്ങിയപ്പോ അയാൾക്ക് നല്ല പ്രതിഫലം കിട്ടും, എന്റെ നോമ്പിന്റെ പോവൂല. നമ്മുടെ പ്രതിഫലം ഒന്നും കുറയാതെ ആ നോമ്പ് തുറപ്പിച്ച വ്യക്തിക്ക് ഒരു നോമ്പുകാരന്റെ പ്രതിഫലം കൂടെ എക്സ്ട്രാ കിട്ടുന്നതാണ്. അപ്പൊ ഇതൊരു കോംബോ ഓഫറാണ്. ഇതൊക്കെയാണ് റമദാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞത്, അല്ലാതെ കരിഞ്ഞ സമൂസ അല്ല. ഇതൊക്കെയാണ് റമദാൻ സ്പെഷ്യൽ. ഈ റമദാൻ സ്പെഷ്യലുകൾക്ക് പിന്നാലെ ഓടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, പരമാവധി പറ്റുന്ന ആളുകളൊക്കെ നോമ്പ് ഉറപ്പിക്കുക, അല്ലെങ്കിൽ ഒരു കിറ്റെങ്കിലും ഒക്കെ വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ആ കിറ്റ് നൽകുന്ന അല്ലെ സംഘടനകളൊക്കെ ഉണ്ടാവും, നമ്മള് പള്ളി കേന്ദ്രീകരിച്ചൊക്കെ ആയിട്ടുണ്ടാവും, അതുമായിട്ട് സഹകരിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. നോമ്പ് തുറക്കുമ്പോൾ അല്ലെ പ്രാർത്ഥനയുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മളത് മറന്നു പോവരുത്.
ദാഹം ശമിച്ചു, നാഡീ ഞരമ്പുകളൊക്കെ നനഞ്ഞു, പ്രതിഫലവും ഉറച്ചു. അള്ളാഹു ഉദ്ദേശിച്ചാൽ അതുപോലെ തന്നെ നോമ്പ് തുറക്കാനേ ധൃതി കാണിക്കണം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. എന്റെ ഒരു കുടുംബ സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോ, ബന്ധുവിന്റെ വീട്ടിൽ പോയപ്പോ അവിടെ ബാങ്ക് കൊടുത്തിട്ടും നോമ്പ് തുറക്കണില്ല. അപ്പൊ ആ ഒരു തുറക്കല്ലി ആദ്യത്തെ കൽപ്പനയാണ് അവിടെ ആ ഇഫ്താർ സംഗമത്തില്. എന്നിട്ട് പറയാണ്, അത് നമ്മളെ പള്ളിക്കത്തെ ബാങ്കല്ല. അപ്പൊ ഇങ്ങനെയൊന്നും ദയവ് ചെയ്ത് പ്രിയപ്പെട്ടവരെ, അല്ലെ, ബാങ്ക് കേൾക്കണം തന്നെയല്ല, ബാങ്ക് കേൾക്കണം തന്നെയല്ല, സമയമായ മതി. നിങ്ങൾ ഏതോ ഒരു സമയത്ത് നിങ്ങൾ യാത്രയിലാണ്, നിങ്ങൾ ബാങ്കിന്റെ സമയം ഇങ്ങനെ നോക്കുകയാണ്, അല്ലെ, 6:35. നിങ്ങൾ എവിടുന്നും ബാങ്ക് കേട്ടില്ല, നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങൾ പത്തനംതിട്ടയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് നോമ്പിട്ട് വിചാരിക്കുക, ചിലപ്പോൾ അവിടെ പള്ളികളുമില്ല, ബാങ്കും കേൾക്കൂല. നിങ്ങൾ എന്താ ചെയ്യാ? ബാങ്ക് കേൾക്കാൻ കാത്തിരിക്കാൻ പറ്റുമോ? ഇല്ല. ഏതെങ്കിലും പള്ളിക്കിറങ്ങി മറ്റേ കോളാമ്പിന്റെ താഴെ ബാങ്ക് കേട്ടിട്ടേ തുറക്കൊന്ന് വാശി പിടിക്കാൻ പറ്റുമോ? ഇല്ല. അതാ പറഞ്ഞത്, സമയമായാൽ മതി. അതിന്റെ പള്ളിക്ക് തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. സമയമായാൽ നിങ്ങൾക്ക് നോമ്പ് തുറക്കാം. ഇനിയോ സമയമായിട്ടും നോമ്പ് തുറക്കാത്തത്, അല്ലേ, അത് ജൂതന്റെ സ്വഭാവമാണ്. കുറച്ചും കൂടി ഇങ്ങനെ വേഗിപ്പിക്കുക, എക്സ്റ്റെൻഡ് ചെയ്യുക, കുറെ പ്രതിഫലങ്ങൾ. ഞാൻ കുറച്ച് ത്യാഗം, എല്ലാവരും തുറന്നിട്ട് ഞാൻ തുറക്കാം. ത്യാഗം, ഭയങ്കര ത്യാഗം. അമ്മാതിരി ത്യാഗം ഒന്നും അള്ളാഹ്ക്ക് വേണ്ട എന്നാണ്. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന സമയം അത്രയും ആ ആളുകൾ ഖൈറിലായിരിക്കും, നന്മയിലായിരിക്കും. ബാങ്ക് കൊടുക്കണതിന്റെ മുന്നേ എന്ന് പറഞ്ഞാൽ സമയം ആവണതിന്റെ മുന്നേ അറ്റാക്ക് ചെയ്യും വേണ്ട. തുറന്നിട്ട് സമയമായി കഴിഞ്ഞാൽ പിന്നെ വൈകിപ്പിക്കും വേണ്ട. സമയമായാൽ ഉടനെ തന്നെ തുറക്കുന്നതാണ് പുണ്യം. അത് കാരക്ക കൊണ്ടാവട്ടെ, ഈത്തപ്പഴം കൊണ്ടാവട്ടെ, അതില്ലെങ്കിൽ വെള്ളം കൊണ്ടാവട്ടെ. ഇതൊക്കെ പ്രവാചകന്റെ ചര്യയാണ്. ബാക്കി നമ്മളെ കാര്യങ്ങൾ, അല്ലെ, നമ്മുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മനസ്സിലാക്കിയിട്ട് ഘട്ടം ഘട്ടമായിട്ടൊക്കെ കുറച്ചൊക്കെ കഴിക്കണതാണ് ഡോക്ടർമാരും ഒക്കെ പറയുന്നത്. അപ്പൊ ആ രൂപത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നോമ്പ്, അല്ലെ, അതിന്റെ ഒരു നന്മയും നഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ നമുക്ക് സുന്നത്തുകളൊക്കെ പരമാവധി മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് നോമ്പനുഷ്ഠിക്കുവാൻ സാധിക്കണം. അള്ളാഹു അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. റമളാനിനെ ആ രൂപത്തിൽ സ്വീകരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നാഥൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പള്ളിയുടെ തുടക്കകാലം മുതലേ ഇതുമായി സഹകരിക്കുകയും ഇതുമായി എല്ലാ അർത്ഥത്തിലും ഇതിനെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി, ഷിയാവലംബിയായി ഒരു അസുഖത്തിന് അടിമപ്പെട്ട് അദ്ദേഹം കിടപ്പിലാണ്. ഖാലിദ് ടി പി എന്ന വ്യക്തി നമ്മുടെ പുല്ലൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ അദ്ദേഹത്തിന് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ രോഗം അള്ളാഹു അദ്ദേഹത്തിന് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. എന്താണോ അള്ളാഹു അദ്ദേഹത്തിന്റെ വിധിയായി നൽകിയത്, എന്താണോ അദ്ദേഹത്തിന് ഗുണകരമായിട്ടുള്ളത്, അത് അള്ളാഹു അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പാപങ്ങൾ പൊറുക്കുകയും അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് മോചനവും ക്ഷമയും ആ രോഗത്തിന്റെ പ്രയാസങ്ങൾ താങ്ങാനുള്ള ശേഷിയും കഴിയും ഒക്കെ അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെ രോഗികളായി കിടക്കുന്ന ഒട്ടേറെ ആളുകൾ റമദാൻ വന്നിട്ടും രോഗം കൊണ്ട്, അല്ലെ, നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അള്ളാഹു അവരുടെയൊക്കെ പ്രയാസങ്ങൾ വളരെ പെട്ടെന്ന് ലഘൂകരിച്ചു കൊടുക്കുകയും പരിപൂർണമായ ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബേ, വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അവരെല്ലാം നീ സഹായിക്കണമേ തമ്പുരാനെ. നാളെ ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കും പോകുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും എന്നെയും എന്റെ കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, റമളാനിൽ ഹാജറുണ്ടാകാനും പരമാവധി നന്മകൾ ചെയ്യാനും റയ്യാൻ എന്ന കവാടത്തിലൂടെ ഞങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ തമ്പുരാൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വവാലിദൈനാ മിനൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين وبرحمتك يا أرحم الراحمين والحمد لله رب العالمين.